DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയ സെൻസസിന്റെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും ജൂലൈ 1 മുതൽ ഉദ്യോഗസ്ഥർ എത്തുകയാണ്. 34 ചോദ്യങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ചോദിക്കുക. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരശേഖരണം നടത്തുന്നതിന് മുന്നോടിയായി ജനങ്ങൾക്ക് ഓൺലൈൻ വഴി സ്വയം ചെയ്യാവുന്ന സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 തുടങ്ങി ജൂൺ 30 വരെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഓൺലൈനിൽ സ്വന്തമായി വിവരങ്ങൾ നൽകിയവർ ജൂലൈ 1 മുതൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ പോർട്ടലിൽ വിവരങ്ങൾ നൽകിയപ്പോൾ ലഭിച്ച 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID നൽകിയാൽ മതി. സെൽഫ് എന്യൂമറേഷൻ വഴി സമർപ്പിച്ച വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ തിരുത്താം. ഇങ്ങനെ സ്വയം വിവരങ്ങൾ പോർട്ടലിൽ നൽകാത്തവർ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ 34 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി വിശദീകരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ദേശീയ സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിന് ജൂലൈ മാസം 1 തീയതി മുതൽ രാജ്യവ്യാപകമായി തുടക്കം കുറിക്കുകയാണ്. മുൻപ് 2011 രാജ്യത്ത് അവസാനമായി സെൻസസ് പൂർത്തിയാക്കിയത്. അതിനുശേഷം ദീർഘനാളത്തെ ഇടവേള കഴിഞ്ഞാണ് വീടുകളുടെ വിവരശേഖരണവും മറ്റനുബന്ധ കാര്യങ്ങളും ഉൾപ്പെടുന്ന വിപുലമായ ഈ പ്രക്രിയ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ സെൻസസ് 2 പ്രധാന ഘട്ടങ്ങളിലായാണ് വിഭജിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 1 മുതൽ ആരംഭിക്കുന്നത് ആദ്യ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ വീടുകളെ സംബന്ധിച്ച വിവരശേഖരണമാണ് പ്രധാനമായും നടക്കുന്നത്. അതിനുശേഷമുള്ള രണ്ടാം ഘട്ടത്തിൽ, അതായത് 2027 ഫെബ്രുവരി മാസത്തിലായിരിക്കും രാജ്യത്തെ യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റനുബന്ധ വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കുക. ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തവണ ആളുകൾക്ക് സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരം സർക്കാർ ഒരുക്കിയിരുന്നു. ഇത്തരത്തിൽ ഇന്റർനെറ്റ് വഴി വിവരങ്ങൾ നേരത്തെ തന്നെ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർക്ക് H എന്ന് തുടങ്ങുന്ന ഒരു 11 അക്ക ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ടാകും. വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഈ നമ്പർ മാത്രം കാണിച്ചു നൽകി വിവരങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരിച്ചാൽ മതിയാകും. സെൽഫ് എന്യൂമറേഷൻ ചെയ്യാത്ത ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെയും വീടുകളിലേക്ക് സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും. ജൂലൈ 1 ജൂലൈ 30 ഇടയിലുള്ള ദിവസങ്ങളിലായിരിക്കും ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി ഓരോ വീടുകളും സന്ദർശിക്കുന്നത്. അവർ വീടുകളിലെത്തി ഏകദേശം 34 ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലി അടിസ്ഥാനമാക്കിയാണ് വിവരങ്ങൾ ശേഖരിക്കുക. നമ്മുടെ വീടിന്റെ ഘടനയും അവസ്ഥയും വ്യക്തമാക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടും. കെട്ടിട നമ്പർ, സെൻസസ് വീടിന്റെ നമ്പർ, വരി നമ്പർ എന്നിവയ്ക്ക് പുറമെ വീടിന്റെ തറ, ഭിത്തി, മേൽക്കൂര എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രികൾ ഏതൊക്കെയാണെന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചറിയും. കൂടാതെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അത് നിലവിൽ ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിലൂടെ രേഖപ്പെടുത്തും. കുടുംബത്തിന്റെ പൊതുവായ വിവരങ്ങളും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള ചോദ്യങ്ങളും ഇതിലുണ്ട്. കുടുംബ നമ്പർ, അവിടെ സ്ഥിരമായി താമസിക്കുന്ന അംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേര്, അവരുടെ ലിംഗഭേദം എന്നിവ ഇതിൽ ചോദിക്കും. ഇതോടൊപ്പം കുടുംബം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതാണോ അതോ മറ്റുള്ള വിഭാഗത്തിലാണോ എന്നതും, വീട് സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണോ അതോ വാടകയ്ക്കുള്ളതാണോ എന്ന കാര്യവും ചോദ്യാവലിയിലുണ്ട്. കുടുംബത്തിന്റെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചോദ്യങ്ങളാണ് അടുത്ത വിഭാഗത്തിലുള്ളത്. കുടുംബത്തിന് ഉപയോഗിക്കാൻ മാത്രമായി എത്ര മുറികൾ ഉണ്ടെന്നും അവിടെ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം എത്രയെന്നും ഉദ്യോഗസ്ഥർ ചോദിക്കും. പ്രധാന കുടിവെള്ള സ്രോതസ്, അതിന്റെ ലഭ്യത, വെളിച്ചത്തിനായി ഉപയോഗിക്കുന്ന മാർഗം, കക്കൂസ് സൗകര്യവും അതിന്റെ തരവും, അത് അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നതും, പരിസരത്തുള്ള കുളിമുറി സൗകര്യങ്ങളും ചോദ്യാവലിയുടെ ഭാഗമാണ്. വീട്ടിലെ ഇന്ധന ഉപയോഗവും ഇലക്ട്രോണിക് സംവിധാനങ്ങളും മനസ്സിലാക്കുന്നതിനായി LPG അല്ലെങ്കിൽ PNG കണക്ഷനുകളെ കുറിച്ചും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനത്തെക്കുറിച്ചും വിവരങ്ങൾ തേടും. കൂടാതെ വീട്ടിൽ ലഭ്യമായ വിവരവിനിമയ യാത്രാ സൗകര്യങ്ങളായ റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ടെലിഫോൺ, മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ, സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, കാർ, ജീപ്പ്, വാൻ തുടങ്ങിയ വാഹനങ്ങളുടെ വിവരങ്ങളും ചോദിക്കും. കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ ഏതാണെന്ന വിവരവും ഒപ്പം ഒരു മൊബൈൽ നമ്പറും ഇതിനായി നൽകേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഭാവിയിൽ വിവിധ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ഈ സെൻസസ് വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ നിരക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കണ്ടെത്തി അവിടെ ആവശ്യമായ ആശുപത്രികൾ, റോഡുകൾ, മറ്റ് വികസന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ സർക്കാരിനെ സഹായിക്കുന്നത് ഈ വിവരങ്ങളാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി നടപ്പാക്കുന്ന ഈ പ്രക്രിയയോട് പൂർണ്ണമായി സഹകരിക്കുകയും കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.